ഞങ്ങൾ 2 ദിവസം മുമ്പേ ഒരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും കൂടെ പഠിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ജ്യൂസ് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഞങ്ങളൊരു വഴി സൈഡിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരും ആ വേസ്റ്റുകൾ വലിച്ചെറിയാൻ തയ്യാറായില്ല. അപ്പോൾ എല്ലാവരും ഇതൊരു കൂടിൻ്റെ അകത്തിട്ടു. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അതിങ്ങോട്ട് വന്നേരും, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ആ സാധനങ്ങളെല്ലാം കൂടി എൻ്റെ വണ്ടിയുടെ അകത്ത് എടുത്തു വെച്ചു. കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ തിരിച്ചിടാം. ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് തിരിച്ചിടാനുള്ളൊരു ഐറ്റം ഇതിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ സൂക്ഷിക്കാൻ, അതിപ്പോൾ വേറൊരു ചാക്കുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് ഞാനിട്ടോളാം. അപ്പോൾ ഇതിനകത്തുള്ള ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതുണ്ട്, ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, കഴുകിയെടുക്കാം. കുറച്ച് മാങ്ങ കൊണ്ടുവന്നത്, ഇത് രണ്ടും കഴുകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് പേപ്പറുകളുണ്ട്. ഇതുണ്ട്, എനിക്കിവിടെ ഒരു ഇൻസിനേറ്ററുണ്ട്. ഈ ഇൻസിനേറ്ററിൻ്റെ അകത്തേക്ക് ഈ പേപ്പറുകളിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുന്നത് വേണ്ട 2-3 പേപ്പർ ഗ്ലാസിൻ്റെ അകത്താണ് ഞങ്ങളിത് കുടിച്ചത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ കത്തിച്ചോളാം. ഇത് പ്രവർത്തിച്ച് ഒരു ദിവസം ഇതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഴ്ചയിലൊരു 2 ദിവസം കൂടുമ്പോഴത്തേക്കും, പല ആഴ്ചയിൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും നമുക്കത് കത്തിച്ച് കളയാം. അപ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരു റോഡ് സൈഡിൽ വീഴാവുന്ന ഒരു 15ഓളം പേപ്പർ കഷ്ണങ്ങൾ, 4 കുപ്പികൾ, ഒരു പ്ലാസ്റ്റിക് പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന നാടൻ. ഇതുണ്ട്, ഇത് പ്ലാസ്റ്റിക് ഇട്ട്, ഇത് ഹരിതകർമ്മ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഇട്ട് വെക്കാൻ. ഇവിടെ ഇത് ചാക്കുകളുണ്ട്. ഈ ചാക്കിൻ്റെ തപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ചില്ല്, ഇത് സ്റ്റീലിൻ്റെ കാര്യങ്ങൾ, അതുതന്നെ കുപ്പികൾ, ഇവിടെ ഇത് മറ്റേ കുപ്പി ചില്ലുകൾ, ഇതെല്ലാം നമ്മൾ തരം തിരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്, ഞാനത് ഓർത്ത് ഇപ്പോൾ എവിടെ പോയി എന്ന് ഓർത്തായിരുന്നു. അപ്പോൾ ഇതിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പാമ്പുകളൊക്കെ കയറി വരുന്നതുകൊണ്ട് ഒന്ന് ഉയർത്തി വെച്ചാണ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് നിലവിൽ പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അത് ഇട്ട് വെച്ച് ഇതിനിവിടെ കെട്ടിയിടും, ഇങ്ങനെ കെട്ടിയിടും. അപ്പോഴത്തേക്ക് അത് മറയുന്നത് വരെ അവിടെ അത് കിടന്നു. കണ്ടോ, എത്രയോ സിമ്പിളായിട്ട് നമ്മുടെ നാടിനെ നമുക്ക് വൃത്തിയുള്ളതാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കിയേ. നമ്മുടെ കൂടെ ഇന്ന് വിദ്യാസമ്പന്നരെന്ന് നടിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഇതെല്ലാം വലിച്ച് റോഡ് സൈഡിലേക്ക് ഇടുക. ചെറിയൊരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് അത് നമ്മുടെ നാടിൻ്റെയും ആ പരിസരത്തെയും എത്രയും വൃത്തിയുള്ളതാക്കിയെന്ന് നോക്കി. അത് ഒരു കുപ്പിയും കൂടി ഉണ്ട്. കണ്ടോ. ഓക്കെ ഗൈസ്, ഇതൊക്കെ എല്ലാവരും പരിശീലിക്കൂ കേട്ടോ. കണ്ട, ഇങ്ങനെയുള്ള ഒരു വസ്തു കൊണ്ട് പ്രകൃതിയിൽ എന്തോരം ദോഷങ്ങളുണ്ടാകുന്നുള്ള ഒരു തിരിച്ചറിവ് നേടിയാൽ തന്നെ നമുക്കിങ്ങനെയുള്ള ഇതുണ്ട്, ഒരു ചെറിയ സംവിധാനമേ ഉള്ളൂ. ഒരു വീടിൻ്റെ എല്ലാ വേസ്റ്റ് മാനേജ്മെൻറ്റും ഇത്രയും സ്ഥലം കൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ. ഓക്കെ, താങ്ക് യു.